ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട യൂണിക്കോൺ 160 മോഡലാണ്. നമുക്ക് വേണ്ടി ജനറൽ സർവീസായിട്ട് വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ചെയ്യുക, പിന്നെ ചെയിൻ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹാൻഡിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ മീറ്ററിനകത്ത് സമയം തെറ്റി കിടക്കുന്നത്, അപ്പോൾ അതൊന്ന് റെഡിയാക്കുക. ഇത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ നമുക്ക് 2 കംപ്ലൈൻറ്റുകൾ കിട്ടിയ. ഒന്ന്, വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മിസ്സിങ് കാണിക്കുന്നുണ്ട് ചെറുതായിട്ട് കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. കാർബറേറ്റർ എനിക്ക് തോന്നുന്നു സ്ലോജറ്റ് കാര്യങ്ങളെന്തോ ബ്ലോക്കായി കിടക്കണ പോലത്തെ ഒരു മിസ്സിങ് നിലവിൽ കാണിക്കുന്നുണ്ട് കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഫ്രണ്ട് ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി കാണിക്കുന്നത് കോൺസെറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ് ഫ്രണ്ടിലത്തെ. അപ്പോൾ അത് രണ്ടുമാണ് നമുക്ക് ഓടിച്ച് നോക്കിയപ്പോൾ കിട്ടിയ കംപ്ലൈൻറ്റ്. പിന്നെ ചെയിൻ ചെറിയ ലൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വർക്കിനായിട്ട് കയറ്റി നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ചെയിൻ സ്പോക്കറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട്. ഇതുമ്പോൾ കിടക്കുന്നത് IFBയുടെ ആണ്, കമ്പനി ആയിട്ടല്ല, IFB എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ചെയിനാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി, വേറെ കുഴപ്പമില്ല. പിന്നെ അതേപോലെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്ററൊക്കെ നമുക്ക് ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ എയർ ഫിൽറ്റർ തന്നെയാണ്, പുതിയ ഫിൽറ്ററാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. കൂട്ടത്തിൽ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്. നമുക്ക് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിലുള്ളതാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാറ്ററി ടെസ്റ്റ് കൂടി നോക്കുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 12.97 അതിൻ്റെ വോൾട്ട് നിലവിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുകയാണ്. 8.80 വരെ വരുന്നുണ്ട്. 8.5 വോൾട്ടിൽ താഴേക്ക് വരുമ്പോൾ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യത. ആവറേജ് അതിൻ്റെ ഒരു റേഷ്യോ പറയുന്നത് 8.5 വോൾട്ടിൽ താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആവുന്നതാണ്. ഏകദേശം ഒരു 8.806 റേഞ്ചൊക്കെ ഏകദേശം ബോർഡർ ലൈനായിട്ട് അടുത്തടുത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്ന സമയത്ത് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ കളറ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കൊരു 3000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റി കളയാനാണ് നല്ലത് കേട്ടോ. ഇതാണ് ഓയിലിൻ്റെ കളർ. ഓക്കെ, അപ്പോൾ ലെവൽ കുറവൊന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓയിൽ അഴിച്ച് 3000 ആയിട്ടുണ്ടെങ്കിൽ ഓയിൽ മാറ്റി കളയാം. നമുക്ക് അതിനകത്ത് കൂടുതൽ അഴുക്കാവാനായിട്ട് നോക്കിക്കണ്ട. ഇതെന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ കൂടുതൽ അഴുക്ക് വന്ന സമയത്ത് ഈ ഓയിൽ പമ്പ് ചെയ്ത് പോകുന്ന എഞ്ചിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ വന്ന് ഇങ്ങനെ അഴുക്കുകളൊന്നും അടിഞ്ഞു കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എഞ്ചിൻ ഓയിൽ കൃത്യമായിട്ട് 3000 കിലോമീറ്ററിൽ മാറ്റണ വണ്ടിയുടെ എഞ്ചിനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അഴിച്ചാൽ പോലും അതിൻ്റെ ഉള്ളൊക്കെ നല്ല ഫ്രഷായ ഒരു അവസ്ഥയിലായിരിക്കും. അതായത് അത്രയും ഫ്രഷായിട്ട് കറക്റ്റ് ടൈമിൽ ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എഞ്ചിന് കംപ്ലയിൻറ്റ്സ് വരാനുള്ള സാധ്യത ഒരു 90% നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും കറക്റ്റ് ടൈമിൽ ഓടിച്ചും ചെയ്യാണെങ്കിൽ. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കാർബറേറ്റർ യൂണിറ്റ് ഞാൻ പറഞ്ഞല്ലോ, വണ്ടി ഓടിക്കുമ്പോൾ നമുക്കൊരു മിസ്സിങ്ങിൻ്റെ പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളത് അഴിച്ച് നോക്കിയാലാണ് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നറിയുള്ളൂ. വാക്യൂം പിസ്റ്റണ് കംപ്ലയിൻറ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്ലോജറ്റും കാർബറേറ്ററിൻ്റെ ക്ലീനറടക്കമൊക്കെ നമ്മൾ ചെയ്ത് വരുമ്പോൾ ഏകദേശം ഒരു 500-550 രൂപയ്ക്കാണ് കാർബറേറ്റർ ക്ലീനിങ്ങിനായിട്ട് നമുക്ക് ആവശ്യം വരാം. നേരെ മറിച്ച് വാക്യൂം പിസ്റ്റൺ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് കൂടുതൽ വരും. അപ്പോൾ നിലവിൽ അങ്ങനത്തെ ഒരു മിസ്സിങ് കംപ്ലയിൻ്റ് ഒന്നും ജോബ് കാർഡിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ജനറൽ സർവീസിന് ചെക്ക് ചെയ്യുന്ന സമയത്ത്, ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമ്മൾ കണ്ട കംപ്ലയിൻ്റാണ് ജസ്റ്റ് നമ്മൾ ഇൻഫോം ചെയ്തത്. അപ്പോൾ നോക്കിയിട്ട് അത് ചെയ്യുന്നത് നല്ലതാണ്, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രേക്ക് പാഡ് ഫുള്ള് തീർന്ന് നിൽക്കണം കേട്ടോ. അതിനകത്ത് ഫുള്ള് തീർന്നുണ്ട്. അത് പ്ലേറ്റുമേക്ക് കയറി പിടിച്ചു തുടങ്ങിയിട്ടില്ല, പക്ഷേ അതിൻ്റെ മാക്സിമം ലൈഫ് തീർന്നു. ബ്രേക്ക് പാഡ് സെറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. പിന്നെയുള്ള കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഹാൻഡിൽ ബെയറിങ്, അതായത് സെൻറ്ററിൽ വരുന്ന ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റാണ് അടി കാണിക്കാൻ. അപ്പോൾ ഞാനത് ടൈറ്റ് ചെയ്യാനായിട്ട് നോക്കുന്ന സമയത്ത് ഹാൻഡിൽ ടൈറ്റ് വരും. അത് കാരണം തൽക്കാലം ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ നിർത്താണ്. കാരണം ആ ഒരു അവസ്ഥയിലാണ് അതിൻ്റെ റൈസർ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒന്നവരെ അഴിച്ച് മാറ്റി കളയാം, അതല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ നിർത്തുക. ഫ്രണ്ട് ഫോർക്കിൻ്റെ ആ അടി സൗണ്ട് മാറണമെങ്കിൽ നമ്മൾ ഫ്രണ്ട് അഴിക്കണം, എന്നാൽ തന്നെയാണ് അത് റെഡി ആവുള്ളൂ. ഹാൻഡിൽ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ്, അത് മാറ്റിയിട്ടാൽ തന്നെ റെഡി ആവുള്ളൂ. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് കുഴപ്പമില്ല, കോൺസെറ്റിൻ്റെ ബെയറിംഗ് ആണ് കംപ്ലയിൻറ്റ് വന്നത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഒരു കേബിൾ ഇവിടെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, അതായത് ആക്സിലേറ്ററിൻ്റെ കേബിളാണ്. ഇതിവിടെ ഔട്ടർ കട്ടായിട്ട് ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേബിൾ ഇപ്പോൾ മാറ്റണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഒന്ന് കാണിച്ചതെന്നുള്ളൂ. ഔട്ടറിനാണ് പൊട്ടി വീണാണ്, ഇന്നറിൻ്റെ കേസിലല്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഓവറോൾ ഇപ്പോൾ കോൺസെപ്റ്റ് അടക്കം മാറ്റുകയാണെങ്കിൽ, ഇപ്പോൾ കോൺസെപ്റ്റും കൂടി മാറ്റുകയാണെങ്കിൽ നമുക്ക് എത്ര ചിലവ്, കോൺസെപ്റ്റ് അതേപോലെ കാർബറേറ്റർ ക്ലീനിങ് അടക്കം മാറ്റുകയാണെങ്കിൽ എത്ര ചിലവ് വരുമെന്ന് ഒരു എസ്റ്റിമേറ്റാക്കി നോക്കി വേണമെങ്കിൽ പറയാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യണോ അതേ കോൺസെപ്റ്റിൻ്റെ ദിവസം ചെയ്യണോ എന്നുള്ള ദിവസം നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അതനുസരിച്ച് ഒരു എസ്റ്റിമേറ്റ് റെഡിയാക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം എത്ര എക്സ്പെൻസ് വരുമെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ ഫസ്റ്റ് വാട്സാപ്പിൽ അയച്ചു തരാം, അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ ഈ എഞ്ചിൻ ഹെഡിൻ്റെ ഈ ഭാഗത്തൊരു ചെറിയ സൗണ്ട് വ്യത്യാസമുണ്ട്. ആ ഹെഡ് ക്യാമിൻ്റെ വാൽവ്, അതിൻ്റെ വാൽവ് ഗൈഡൊക്കെ ലൂസായിട്ട് ചെറിയൊരു അടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്
അതിപ്പോൾ തൽക്കാലം ഒന്നും മൈൻഡ് ചെയ്യേണ്ട, അതിപ്പോൾ മാക്സിമം ഓടിക്കുക. കാരണം നമുക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടണമെന്നില്ല, പക്ഷെ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കംപ്ലയിൻസിൻ്റെ ലക്ഷണം കാണിക്കുന്നുണ്ട് അതിനകത്ത്. അത് അറിഞ്ഞു വയ്ക്കുക. അതിപ്പോൾ ഒന്നും ചെയ്യൊന്നും വേണ്ട, മാക്സിമം നമുക്ക് ഉപയോഗിക്കുക, അതിന് ശേഷം ചെയ്താൽ മതി. പിന്നെ വാട്ടർ സർവീസും കാര്യങ്ങളൊക്കെയാണ്, അപ്പോൾ അത് ഞാൻ നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വീഡിയോ അയച്ചു തരാം. അപ്പോൾ നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഈ കാർബറേറ്റർ ക്ലീനിങ്ങിൻ്റെയും കോൺസെപ്റ്റിൻ്റെ കേസ് കൂടി ഒന്ന് പറയണം കേട്ടോ. ഞാൻ അതടക്കമുള്ള എസ്റ്റിമേറ്റ് ഒന്ന് റെഡി ആക്കാം, ഡീറ്റെയിൽസ് ഇട്ട് തരാം, നോക്കിയിട്ട് പറഞ്ഞാലും മതി. അപ്പോൾ എന്തായാലും റിപ്ലൈ ഇടണേ, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ അതനുസരിച്ച് പരമാവധി നേരത്തെ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ.